ഈ വെള്ളത്തിൻ്റെ ഇളക്കം കാത്ത് കിടക്കുന്ന ഈ കുളത്തിനൊരു നിയമമുണ്ട്. എന്തുവാ നിയമം? ഈ കുളത്തിൽ വെള്ളം കലങ്ങുമ്പോൾ ആര് ആദ്യം ഇറങ്ങുന്നോ അവർക്ക് എന്ത് ചെയ്യും? സൗഖ്യമുണ്ടാകും. എന്നാൽ എൻ്റെ കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, നിനക്ക് 38 ആണ്ട് രോഗം ബാധിച്ച് നീ കിടപ്പിലാണേലും, നീ 12 വർഷക്കാലം കൊണ്ട് രക്തസ്രാവം ബാധിച്ച സ്ത്രീയാണേലും, പ്രൈസ് ദി ലോർഡ് 18 വർഷം കൊണ്ട് കൂന് ബാധിച്ച പ്രൈസ് ദി ലോർഡ് സ്ത്രീയാണേലും, 4 ദിവസമായി മരിച്ചു നാറ്റം വെച്ച് കല്ലറയിൽ അടക്കപ്പെട്ടവനാണേലും, നിന്നെ വലിച്ചു പുറത്തിറക്കി നിനക്ക് ജീവൻ തരുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട്. അപ്പം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു എവിടെ പോയി? യെരുശലേമിലേക്ക് പോയി. അവിടുത്തെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് ചിലപ്പോൾ പെസകയായിരിക്കാം, അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ആഘോഷമായിരിക്കാം, കൂടാര പെരുന്നാളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നിങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഉത്സവത്തിന് പ്രസക്തിയില്ല. കാരണം യേശു പോയത് ഉത്സവം കൂടിയതായിട്ട് ഇവിടെ എങ്ങും പറയുന്നില്ല, ഈ യാഗം കഴിച്ചവരുടെ കൂടെ നിന്നതായിട്ടും പറയുന്നില്ല. പക്ഷേ യേശു പോയി 38 വർഷം ഒരു ബന്ധനത്തിൽ കടന്ന ഒരുവനെ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചില്ലേ, കനാന്യ സ്ത്രീയെ കാണാൻ യേശു പോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് ഏകദേശം 10-50 മൈൽ വഴി യാത്ര ചെയ്ത് എൻ്റെ കർത്താവ് കനാന്യ സ്ത്രീയെ കണ്ടു. അതും വേറൊരു ദേശത്ത് ഒരു അന്യജാതിക്കാരിയെ കണ്ടു. അവളുടെ കുഞ്ഞിന് വിടുതൽ കൊടുത്തു. അവിടെ വേറൊന്നും ചെയ്തില്ല, മടങ്ങി പ്രൈസ് ദി ലോർഡ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. സ്തോത്രം. 38 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ കടന്ന് അയ്യം വിളിക്കുക. അവനെ നോക്കിയിട്ട് പ്രൈസ് ദി ലോർഡ് അവനെ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് പ്രൈസ് ദി ലോർഡ് ഈ സ്ഥലത്ത് വന്നു. അവിടെ ഉത്സവമുണ്ടായി വന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ കർത്താവ് ഉത്സവത്തിൽ പങ്കെടുത്തത് പറയുന്നില്ല. പകരം 38 വർഷം കൊണ്ട് കിടപ്പിലായ ഒരുവനെ എഴുന്നേൽപ്പിച്ച സംഭവം പറയുന്നുണ്ട്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ച് മടുക്കുമ്പോഴൊക്കെ ഉറപ്പിച്ച് പറഞ്ഞോളണം, എൻ്റെ കർത്താവ് എന്നെ തേടി വരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് എന്നെ തേടി വരും. നമ്മൾ പ്രാർത്ഥിച്ച് മടുക്കുമ്പോൾ പലരും പറയും ഇനി അത്ഭുതം നടക്കത്തില്ല, ഇനി മറുപടി ഒന്നും വരത്തില്ല, എന്തിനാ വെറുതെ പ്രാർത്ഥിക്കുന്നത്? എന്നാൽ കർത്താവിൻ്റെ വചനം പറയുക, നീ ക്ഷീണിച്ചു പോകരുത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ആരും നിന്നെ ശ്രദ്ധിച്ചില്ലേലും, ആരും നിന്നോട് കൂടെ കരുണ കാണിച്ചില്ലേലും, ആരും നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും ചേർത്ത് പിടിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ആ കർത്താവ് വാക്കുമാറാത്ത ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അവിടെ നിൽക്കട്ടെ. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അവിടെ 2-3 തിരിക്കണം. ഒന്ന്, യെരുശലേമിലാണ് ഈ സംഭവം. 2, ആട്ടുവാതിക്കൽ. ഈ ആട്ടുവാതിക്കൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം വീട്ടിൽ പോയിരുന്ന് വായിക്കണം. അവിടെ ഈ ആട്ടുവാതിക്കൽ എന്ന് പറഞ്ഞാൽ ഷീപ്പ് ഗേറ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. ഈ ഷീപ്പ് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലം പ്രൈസ് ദി ലോർഡ്, ഇവിടെ നിന്നാണ് യെരുശലേമിലേക്ക് പ്രൈസ് ദി ലോർഡ് ആടുകളെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നത്. ആട്ടുവാതിക്കൽ, ഷീപ്പ് ഗേറ്റ്. ഇവിടെ നിന്നാണ് ആടുകളെ യെരുശലേമിലേക്ക് യാഗം കഴിപ്പാനായിട്ട് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിതുമായിട്ട് പിന്നെ കണക്ട് ചെയ്യാം. സ്തോത്രം. ഈ സ്ഥലത്ത് ബെഥസ്ദ എന്ന് പേരുള്ള എബ്രായ പേരുള്ളൊരു കുളമുണ്ട്. ഇവിടെ ഒരു കൂട്ടം ആളുകൾ എന്തുവാ? 3-ാമത്തെ വാക്യം ഇനി വായിച്ചേ. അതിന് 5 മണ്ഡപമുണ്ട്. വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം പ്രൈസ് ദി ലോർഡ് വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് സ്തോത്രം കിടന്നിരുന്നു. പല രോഗം ബാധിച്ച ആൾക്കാർ ഒരു കൂട്ടം എന്നേ പറഞ്ഞിട്ടുള്ളൂ. 100 ആണോ 50 ആണോ 500 ആണോ 1000 ആണോ 50,000 ആണോ ഒന്നും അറിയത്തില്ല. രോഗം ബാധിച്ചതല്ല അവിടെ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. കണ്ണ് കാണാൻ മേലാത്തത്, നടക്കാൻ കഴിയാത്തത്, പ്രൈസ് ദി ലോർഡ് ക്ഷീണിച്ചു പോയത്, പക്ഷപാതം പിടിച്ചത് ഒക്കെയും കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് കൊണ്ടിരുത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്തുവാ? ഒരു ഇളക്കം, വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് ഒരു അത്ഭുതം നടക്കുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കുറെ ജീവിതങ്ങൾ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുതം നടക്കാൻ ഈ കുളത്തിലെ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നമ്മൾ ആ സ്ഥലത്തൊന്ന് നോക്കണം.
പ്രൈസ് ദി ലോർഡ്. 5 മണ്ഡപത്തിൽ പല തരത്തിലുള്ള രോഗികൾ. നിങ്ങൾ അവിടെ പോയാലേ അവിടെ ഡോക്ടർമാരില്ല, അവിടെ പ്രൈസ് ദി ലോർഡ് ആശുപത്രി സൗകര്യങ്ങളില്ല, ചികിത്സിക്കാൻ നഴ്സുമാരില്ല, ആധുനിക ആരോഗ്യ മേഖലയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരു പ്രതീക്ഷയുള്ളൂ, എപ്പോഴെങ്കിലും ഒരു ദൂതം വരും, ആ വെള്ളം ഒന്ന് കലക്കും. വല്ലപ്പോഴും നടക്കുന്ന ഒരു അത്ഭുതത്തിന് വേണ്ടിയിട്ട് പ്രൈസ് ദി ലോർഡ് ഒരുപക്ഷെ ആയിരക്കണക്കിന് രോഗം ബാധിച്ച മനുഷ്യര് ആ സ്ഥലത്തിരിക്കുക. അവർക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഇപ്രാവശ്യം വെള്ളം കലക്കണമെങ്കിലും കർത്താവേ എന്റെ രോഗമൊന്ന് മാറ്റണം, ഈ പ്രാവശ്യം ഈ വെള്ളത്തിന് ഇളക്കമുണ്ടാകുമെങ്കിലും എന്റെ ഭവനത്തിന് ഒരു അത്ഭുതം നടക്കണം. നാളുകളായി വർഷങ്ങളായി ഞാൻ ഈ വിഷയവുമായി മല്ലുപിടിക്കുക, ഈ രോഗവുമായി മൽപ്പിടുത്തം നടത്തുക. കർത്താവ് ഇപ്രാവശ്യമെങ്കിലും എന്റെ അവസ്ഥയ്ക്ക് നീ ഒരു മാറ്റം വരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഈ സ്ഥലത്തിന്റെ അർത്ഥം എന്നറിയാമോ? ബെഥസ്ത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? കരുണയുടെ ഭവനം. കരുണയുടെ ഭവനം. പ്രൈസ് ദി പ്ലേസ് ഓഫ് മെർസി. കരുണയുടെ ഭവനം. ഈ കരുണയുടെ ഭവനമുള്ള സ്ഥലത്തില് കരുണ കിട്ടാതെ പോയ കുറെ ആൾക്കാർ ഇവിടെ വന്ന് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അവരൊറ്റ പ്രതീക്ഷയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ ഇങ്ങനെ വന്ന് കിടക്കുന്ന ആൾക്കാര് പലരെയും വീട്ടുകാരിങ്ങ് കൊണ്ട് ഇട്ടതാ. ഇവിടെ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. എത്ര വർഷം കൊണ്ട് കിടക്കുക? 38 വർഷം. 38 വർഷം കൊണ്ട് രോഗം ബാധിച്ച് പ്രൈസ് ദി ലോർഡ്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ പാരലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ പക്ഷപാതം പിടിച്ചതാണോ, അതോ അവന് പ്രൈസ് ദി ലോർഡ് നടക്കാൻ കഴിയാത്തതാണോ, അവന് മറ്റെന്തെങ്കിലും രോഗമാണോ, ശരിയായിട്ട് വ്യക്തമായ ഒരു പ്രൈസ് ദി ലോർഡ് ഒരു ഐഡന്റിറ്റി അവന് കൊടുത്തിട്ടില്ല. പക്ഷെ അവന് രോഗം ബാധിച്ചിട്ട് അവന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ഒരുപക്ഷെ അവൻ പാർഷ്യലി പാരലൈസ്ഡ് ആയിരിക്കാം, ഒരു ഭാഗം തളർന്നു പോയതായിരിക്കാം, അതല്ലെങ്കിൽ അവൻ പൂർണ്ണമായും തളർന്നു പോയതായിരിക്കാം. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വെള്ളത്തിലോട്ട് പോകാൻ കഴിയാതെ ഒരു മനുഷ്യൻ അവിടെ കിടക്കുക. ഇവിടെ കിടക്കുന്നവർക്കെല്ലാം ഒരു ആഗ്രഹമേ ഉള്ളൂ, എങ്ങനെയും ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങി എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നെങ്കിൽ ഈ വെള്ളം കലക്കുമ്പോ അടുത്ത പ്രാവശ്യം കർത്താവേ ഈ പ്രാവശ്യത്തെ മീറ്റിംഗില്, ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയില്, ഈ പ്രാവശ്യത്തെ കൂട്ടായ്മയില് 2026 അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നെങ്കിൽ, എന്റെ രോഗമൊന്ന് മാറിയെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് പറ, എന്റെ കർത്താവ് എന്നെ തേടി എന്റെ ഭവനത്തിൽ വരുന്നുണ്ട്, അവൻ എനിക്ക് വിടുതൽ തരും, അവൻ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കർത്താവ് എനിക്ക് ചിലത് ചെയ്യുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവര്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ ഈ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുന്നവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ മനുഷ്യൻ 38 വർഷമായി. ഇനി ബാക്കി കിടക്കുന്നതൊക്കെ എത്ര വർഷമായെന്ന് അറിയത്തില്ല. ഈ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുന്ന ഇവർക്കെല്ലാം എല്ലാ ദിവസവും ഒരൊറ്റ അജണ്ടയുള്ളൂ. നിങ്ങളാ എഴുന്നേറ്റ് നോക്കും, വെള്ളം കലങ്ങുന്നുണ്ടോ, ഇന്ന് വല്ലതും നടക്കുമോ? നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, കുളക്കടയിൽ പോയിരിക്കുന്നു, കലങ്ങുന്നുണ്ടോ, വെള്ളം ഇളക്കുന്നുണ്ടോ, ഇന്ന് വല്ലതും നടക്കുമോ? നാളുകളായി ഒരേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും അത്ഭുതം കാണുന്നുണ്ടോ എന്ന് പിന്നെയും 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 ആവർത്തിച്ചു പോയി നോക്കി ഏതെങ്കിലും ഒരു അടയാളം കാണുന്നുണ്ടോ എന്ന് പ്രൈസ് ദി ലോർഡ് കണ്ണുനീരോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആ കുളക്കടവിലുള്ള. ഒരിക്കലും മറുപടി കിട്ടാതെ വരുമ്പോൾ പിന്നെ നിരാശയാണ്. അവർ പറയുന്ന വാക്കുകളൊക്കെ നിരാശയുടെ വാക്കുകളാണ്, ഒറ്റപ്പെടലിന്റെ വാക്ക്. നമ്മൾ ആ പാവമൊക്കെ താഴോട്ട് വരികയാണ്. ഇനി ശ്രദ്ധിച്ചോ, ഈ കൊളക്കടവിലാണ് എൻ്റെ കർത്താവ് വന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബെഥസ്ത എന്ന് പറയുന്ന പ്രൈസ് ദി ലോർഡ് അട്ടുവാതിൽക്കൽ ഇവിടെ നിന്ന് ആടുകളെ കൊണ്ടുപോയി യാഗം കഴിക്കുന്ന സ്ഥലത്ത് പ്രൈസ് ദി ലോർഡ് അറുക്കപ്പെട്ട കുഞ്ഞാട് വന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അവനെ നോക്കിയ യോഹന്നാൻ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. ഈ സ്ഥലത്ത് നിന്ന് ആടുകളെ കൊണ്ടുപോയി യാഗം കഴിച്ചിട്ട് മനുഷ്യരുടെ പാപം മാറ്റാൻ കഴിയുമെന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം എന്റെ അറുക്കപ്പെട്ട കുഞ്ഞാട് അവിടെ
തേടി വന്നിരിക്കുക. വർഷങ്ങളായി ഒരു പ്രതീക്ഷയും കിട്ടാതെ രോഗം ബാധിച്ചവരായി വീട്ടിൽ നിന്ന് പുറത്തായി നാളെ ഇനി എന്താകുമെന്ന് അറിയാതെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തെ തേടി എന്റെ അരുമനാഥൻ ആ ബെഥസ്ദ കുളക്കടവില് അവരെ തേടി വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. യെരുശലേമിലെ ആഘോഷമെന്ന് പറയുമ്പോൾ യാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ യാഗം കഴിക്കുന്ന തിരക്കിൽ ജനം നടക്കുമ്പോൾ അറുക്കപ്പെടേണ്ടവൻ പ്രൈസ് ദി ലോർഡ് വീണുപോയവരെ തേടി അവരടുക്കൽ വന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവരാരും നോക്കുന്നത് ഇവിടെ നിൽക്കുന്നയാളെയല്ല, ഈ കുളത്തിന്റെ ഇളക്കുക. മനസ്സിലാവുന്നുണ്ടോ? രോഗം സൗഖ്യമാക്കാൻ കഴിയുന്നവൻ തൊട്ടടുത്ത് നിപ്പുണ്ട്. നോക്കുന്നതോടെയാ വെള്ളത്തിന്റെ ഇളക്കുക. കർത്താവേ, എൻ്റെ രോഗം മാറിയെങ്കിൽ ഞാൻ ഈ 18 പടി ഒന്ന് കയറാം, 50 പടി കയറാം. കർത്താവേ, എൻ്റെ രോഗം മാറ്റിയാൽ ഞാൻ മെഴുകുതിരി കത്തിക്കാം. കർത്താവേ, എൻ്റെ രോഗം മാറ്റിയാൽ ഞാൻ മുട്ടയിലഴയാം. ഞാൻ പറയുക, രോഗം മാറ്റാൻ കഴിവുള്ളവൻ തൊട്ടടുത്ത് നിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനെ നോക്കിയിട്ട് നമ്മൾ ഈ സ്ഥലമാണ് നോക്കി നമ്മൾ പഠിക്കുന്നത്. ഈ സ്ഥലത്ത് പോയാൽ രോഗം മാറും. ഈ സ്ഥലത്തിൽ വെള്ളം ഇളക്കുമ്പോൾ ആരിറങ്ങിയാലും അവർക്ക് രോഗസൗഖ്യം വരും. കർത്താവ് പറയുക, നീ അവിടെ നോക്കണ്ട, നീ എന്നെ നോക്ക്. നിന്റെ രോഗം സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഞാൻ എന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏത് രോഗം ഇന്നതെന്നൊന്നും അല്ല. നിന്റെ എന്ത് രോഗമായാലും, നിന്റെ ഏത് പ്രയാസമായാലും, നിന്റെ പ്രശ്നം എന്ത് തന്നെയായാലും അതിനെ മാറ്റുവാൻ കഴിവുള്ള കർത്താവ്, സ്തോത്രം, ആ കർത്താവ് അറുക്കപ്പെട്ട കുഞ്ഞാടാ അവിടെ വന്ന് നിൽക്കുന്നേ. ഈ വെള്ളത്തിന്റെ ഇളക്കം കാത്ത് കിടക്കുന്ന ഈ കുളത്തിനൊരു നിയമമുണ്ട്. എന്തുവാ നിയമം? ഈ കുളത്തിൽ വെള്ളം കലങ്ങുമ്പോൾ ആര് ആദ്യം ഇറങ്ങുന്നോ അവർക്ക് എന്ത് ചെയ്യും? സൗഖ്യം ഉണ്ടാവും. വെള്ളത്തിന്റെ ഇളക്കം കാത്ത് കിടക്കുന്നപ്പോ ഓരോരുത്തരും അതിനു വേണ്ടിയാ വന്ന് നോക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. വെള്ളം ഇളക്കുമ്പോ ആദ്യം ഇറങ്ങുന്നയാള് ഏത് രോഗം ബാധിച്ചവനായാലും അവന് സൗഖ്യമുണ്ടാകും. അത് കാത്തുകൊണ്ട് കിടക്കുക. എന്നാൽ എന്റെ കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, നിനക്ക് 38 ആണ്ട് രോഗം ബാധിച്ച് നീ കിടപ്പിലാണേലും, നീ 12 വർഷക്കാലം കൊണ്ട് രക്തസ്രാവം ബാധിച്ച സ്ത്രീയാണേലും, പ്രൈസ് ദി ലോർഡ്, 18 വർഷം കൊണ്ട് കൂന് ബാധിച്ച പ്രൈസ് ദി ലോർഡ് സ്ത്രീയാണേലും, 4 ദിവസമായി മരിച്ചു നാറ്റം വെച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ാണേലും നിന്നെ വലിച്ചു പുറത്തിറക്കി നിനക്ക് ജീവൻ തരുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ എന്റെ കർത്താവിന് കഴിയും. ഈ ആശുപത്രിയിൽ ഏത് കേസും എടുക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് രോഗത്തിനും വിടുതൽ എന്റെ കർത്താവിനുണ്ട്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. പറഞ്ഞ്, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിടുതലുണ്ട്. എന്റെ യേശുവിന്റെ നാമത്തിൽ എന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. എന്റെ യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനത്തിൽ വിടുതൽ നടക്കും. കാരണം ഞാൻ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ കുളത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. ആദ്യം ഇറങ്ങണം. എന്നാൽ എൻ്റെ കർത്താവിന് അങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ല. നീ എൻ്റെ കർത്താവിൻ്റെ അടുക്കലൊന്ന് വന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. 38 ആണേലും 18 ആണേലും 12 ആണേലും, പ്രൈസ് ദി ലോർഡ്, 10 ദിവസമാണേലും 1 ദിവസമാണേലും മറുപടി എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി 6ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 5ഉം 6ഉം വാക്യങ്ങളാ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഇനി നമ്മുടെ ഈ കുളക്കടവിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവൻ എത്ര വർഷം കൊണ്ട് കിടക്കുക? 38. ഈ 38 വർഷം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ അവൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവനൊരു ജോലിയൊക്കെ കിട്ടി, പ്രൈസ് ദി ലോർഡ്, അവന് വിവാഹിതനൊക്കെ ആയി, അവർ കുടുംബസ്ഥരായി, കുട്ടികളൊക്കെ ആയി, ഒക്കെ ജീവിതം സെറ്റിലായ സമയത്ത് ഒരു മനുഷ്യനൊരു രോഗവും ചുമന്നോട്ട് കിടക്കുക. കഴിഞ്ഞ 38 വർഷം. പ്രൈസ് ദി ലോർഡ്.
അവനൊരു പ്രതീക്ഷയുമില്ല. മറ്റുള്ളവരൊക്കെ സാധാരണഗതിയിൽ അവനോട് കൂടെ ജനിച്ചവരും അവനോട് കൂടെ വളർന്നവരുമൊക്കെ അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ കഴിഞ്ഞ 38 വർഷമായി തനിക്ക് പെട്ട ഈ രോഗത്തോട് മല്ല് പിടിച്ചുകൊണ്ട് ഇതിന് പുറത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ഈ വെള്ളത്തിന്റെ ഇളക്കം കാത്ത് പ്രൈസലോടി കുളക്കടവിൽ വന്ന് കിടക്കുക. യെരുശലേമിലെ പണ്ട് ഈ രോഗം ബാധിച്ച് പ്രത്യേകിച്ച് ഇങ്ങനത്തെ തീരാ രോഗങ്ങളെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഇട്ടേച്ചങ്ങ് പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ കുഷ്ഠരോഗം ബാധിച്ചവരൊക്കെ ഈ പാളയത്തിന് പുറത്ത് കാണുന്നേ, വീട്ടിനകത്തല്ല പുറത്താ. പ്രൈസലോട് ഈ രോഗം ബാധിച്ചവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പൊ അതാണ് ഒരു കൂട്ടം ആൾക്കാർ വീട്ടുകാർ കൊണ്ടുവന്ന് ഇട്ടേച്ച് അങ്ങ് പോയതാ. ഈ മനുഷ്യൻ കഴിഞ്ഞ 38 വർഷം കൊണ്ട് പ്രൈസലോട് അവൻ ഒറ്റപ്പെട്ട് അവിടെ കിടക്കുക. നിങ്ങൾ അവന്റെ താഴോട്ടൽ ഭാഗം നോക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല. പ്രൈസലോട്, എനിക്ക് ആരുമില്ല കർത്താവേ, എൻ്റെ വീട്ടുകാരെന്നെ ഇവിടെ കൊണ്ട് ഇട്ടേച്ചങ്ങ് പോയി. എനിക്ക് സുഹൃത്തുക്കളില്ല, എനിക്ക് എൻ്റെ ഭാരം പറയാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞതാ കർത്താവിനോട്. നോക്കിയേ, അതിൻ്റെ 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. കണ്ടോ, സ്തോത്രം. 38 വർഷം കൊണ്ട് ഇവിടെ അവൻ കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അവനെ വീട്ടുകാരും ഇല്ല, അവനെ തിരിഞ്ഞു നോക്കുവാനും ആരുമില്ല. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ വേണ്ടി കാത്തിരിപ്പാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് കർത്താവേ, ഈ യുദ്ധം ഞാൻ ഒറ്റയ്ക്ക് പോരാടുക, ഈ പോരാട്ടം ഞാൻ ഒറ്റയ്ക്ക് നടത്തുക. എൻ്റെ കൈ ഒന്ന് താങ്ങുവാൻ, എന്നെ ഒന്ന് സഹായിപ്പാൻ, എൻ്റെ കൂടെ ഒന്ന് ഇരിപ്പാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിപ്പാൻ, എന്നെ ഒന്ന് ബലപ്പെടുത്തുവാൻ എനിക്ക് ആരുമില്ല കർത്താവേ, ഞാൻ ഒറ്റയ്ക്കാ. പ്രൈസ് ദി ലോർഡ്. 38 വർഷം കൊണ്ട് ഒരു മനുഷ്യന്റെ നല്ല ആയുസിന്റെ ഭാഗമൊക്കെ എന്ത് ചെയ്തു? പോയി. പ്രൈസ് ദി ലോർഡ്. അവനൊരു നല്ല കാര്യം പറയാനുള്ള സമയമൊക്കെ പോയി കിട്ടി. സ്തോത്രം. അവൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. യേശു കർത്താവ് ഇവന്റെ അടുക്കൽ വന്നിട്ടെ ഇവനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. യേശുവിന്റെ ചോദ്യം, 38 വർഷം കൊണ്ട് ഇവിടെ കിടക്കുന്ന ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്തിനാ കർത്താവ് അങ്ങനെ ചോദിച്ചേ? മനസ്സില്ലാണ്ട് അവൻ കിടക്കുന്നു തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ കർത്താവ് ചോദിച്ചേ? യേശു അവിടെ വന്നിട്ട് അവിടെ ഒത്തിരി പേര് കിടപ്പുണ്ട്. പക്ഷേ 38 വർഷം കൊണ്ട് കിടക്കുന്ന ഒരുവൻ, അവൻ ദീർഘകാലമായി അവൻ കിടപ്പില്ല. അവൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്. അതിന് ശരിയായ ട്രാൻസ്ലേഷൻ തെലേയിസ് എന്ന വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്ക് പറയാൻ കാരണം അതിൻ്റെ ശരിയായ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, ശരിക്കും നിനക്ക് ആഗ്രഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ശരിക്കും നിനക്ക് ആഗ്രഹമുണ്ടോ? പണ്ടൊരിക്കൽ ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് പരിചയത്തിലുള്ളൊരു ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അവിടുത്തെ സഹോദരി ഇങ്ങനത്തെ ഒരുപോലത്തെ ഒരു രോഗം ബാധിച്ച് കിടപ്പില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു സംഭവം പറയുക. പ്രാർത്ഥിക്കാൻ പോയി. സഹോദരി ഞാൻ പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിച്ച് യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ കിട്ടിയാൽ പ്രൈസ് ദി ലോർഡ് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. എഴുന്നേക്ക്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഈ സഹോദരിക്ക് വിടുതലുണ്ടാകും, എഴുന്നേക്കും, ഈ രോഗം മാറുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എന്നോട് ദൈവാത്മാവ് എന്നെ ഉദ്യമിപ്പിക്കും, എന്നോട് പറയുക, ഇവിടെ വിടുതൽ നടക്കും, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എഴുന്നേക്കും, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സഹോദരി കുറച്ച് നേരം കേട്ടുകൊണ്ടിരുന്നു. ഇച്ചിരി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ദേവാസനെ, എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല, ഇനി ഈ കിടപ്പിലും കിടന്ന് മരിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഞാൻ ഈ കിടക്കുന്നത് കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. കർത്താവിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ അസുഖം പ്രൈസ് ദി ലോർഡ് എനിക്ക് കഷ്ടപ്പാടിനാണെങ്കിലും പ്രൈസ് ദി ലോർഡ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് രോഗസൗഖ്യം കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്തില്ല, പ്രയാസമില്ല. 38 വർഷം കൊണ്ട് കിടക്കുന്ന ഈ മനുഷ്യനോട് യേശു കർത്താവ് വന്ന് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ? അതോ ഇവിടെ കിടക്കാനുള്ള താല്പര്യത്തിലാണോ? അയ്യോ, എനിക്ക് ആരുമില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി, അയ്യോ ഞാനിങ്ങനെ പാവമാ, എനിക്കൊരു മാറ്റം നടക്കത്തില്ല എന്ന് പറഞ്ഞ് നീ അങ്ങ് കിടന്നു പോകാനായിട്ടല്ല എൻ്റെ കർത്താവ് പറയുക, നിന്നെ എഴുന്നേൽപ്പിപ്പാനാ കാൽവരിയിൽ അവൻ 2 ആണിമേ തൂങ്ങിയത്. നിന്നെ എഴുന്നേൽപ്പിപ്പാനാ, നിനക്ക് സൗഖ്യം തരാനാ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനായിട്ടാ അവൻ കാൽവരിയിൽ യാഗമായി മാറിയത്. അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്.
ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നിനക്ക് മനസ്സുണ്ട്. ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോഴേ നമ്മൾ ഇതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു പോകും, അല്ലേ? പൊരുത്തപ്പെട്ടു പോകും. ചില രോഗികൾ, നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാരെ കാണുമ്പോൾ, മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, കുറച്ച് വർഷങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട് രോഗം ബാധിച്ച ആൾക്കാർക്ക് പിന്നെ അവർക്ക് രോഗം ബാധിച്ച് ഇനി രോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെന്നുള്ളൊരു താല്പര്യമൊക്കെ അങ്ങ് കുറയും. കുഴപ്പമില്ല, ഇതിനി അഡ്ജസ്റ്റ് ഇതുമായിട്ട് അങ്ങ് പോകാം എന്നുള്ള കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. സ്തോത്രം. നമ്മൾ രോഗത്തിന് അടിയറവ് പറഞ്ഞ്, നമ്മുടെ സാഹചര്യങ്ങൾക്ക് അടിയറവ് പറഞ്ഞ്, നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾക്ക് അടിയറവ് പറഞ്ഞ്, അയ്യോ ഇനി കുഴപ്പമില്ല, പ്രൈസലോട്, പ്രയാസമെങ്കിൽ പ്രയാസം, കടഭാരമെങ്കിൽ കടഭാരം, നിന്നെങ്കിൽ നിന്ന, രോഗമാണെങ്കിൽ രോഗം, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകാനായിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ നാമത്തിൽ എനിക്കും നിങ്ങൾക്കും ജയമുണ്ട്. പ്രൈസലോട്, യേശുവിൻ്റെ രക്തത്താൽ എനിക്കും നിങ്ങൾക്കും വിടുതലുണ്ട്. നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പ്രൈസലോട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ക്ഷീണിച്ചു പോകുവാനായിട്ടല്ല, കർത്താവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കേണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. ഗിദെയോനെ പോലെ വിട്ടുകളയാതെ, എനിക്കുള്ള നന്മ ഞാൻ നിനക്ക് തരത്തില്ല. നീ ശത്രു എത്ര ബലവാനാണേലും, അവന്റെ കയ്യിൽ എത്ര വലിയ ആയുധങ്ങളുണ്ടെങ്കിലും, അവൻ വലിയ പിടിച്ചുപറിക്കാരനാണേലും, എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എനിക്ക് തന്ന നന്മ ഞാൻ വിട്ടുകൊടുക്കാതെ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിനക്ക് മനസ്സുണ്ടോ? യേശു കർത്താവ് മനുഷ്യരോട് ചോദിക്കുക, ലാസർ മരിച്ചിട്ട് ബഥാനിയിൽ യേശു പോയി. പ്രൈസ് ദി ലോർഡ്. 4 ദിവസമായി നമ്മൾ ആ ഭാഗമൊക്കെ ചിന്തിച്ചിട്ടുള്ളതാ. യേശു മാർത്ത കണ്ട ഉടനെ മാർത്ത ഓടി വന്നിട്ട് യേശു മാർത്തയോട് പറഞ്ഞു, മാർത്തയെ, മാർത്തയെ, നിന്റെ സഹോദരൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. മാർത്ത എന്തുവാ പറഞ്ഞേ? 1ാമത്തെ ദിവസമാണെങ്കിൽ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചേനെ, 2ാം ദിവസവും ചിലപ്പോൾ പ്രതീക്ഷിച്ചേനെ. ഇതിപ്പോ 3ഉം 4ഉം ദിവസമായി. മാർത്ത പെട്ടെന്ന് പറഞ്ഞു, കർത്താവേ, ലാസർ മരിച്ചു, 4 ദിവസമായി, നാറ്റം വെച്ച് കാണും. പ്രൈസ് ദി ലോർഡ്. ഇനി എന്ന് പറഞ്ഞാൽ ഇനി ഒരു അത്ഭുതത്തിന് സാധ്യതയുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ലാതായി പോയിരിക്കുക. ഒരേ വിഷയത്തിന്റെ പുറത്ത് മല്ല് പിടിച്ച് ഇനി ഒരു വിടുതലിന് സാധ്യത ഇല്ലെന്ന് എന്ത് ചെയ്യും? മനസ്സങ്ങ് പറയും. പിശാച് പറയും, ഓ പ്രാർത്ഥിക്കണ്ട, എന്തിനു കണ്ടില്ലയോ? പിന്നെ ഒരു ഭാഗം പറയും, ഇത് ചിലർക്ക് വർക്കാവും, എനിക്ക് ചിലപ്പം വർക്കാവത്തില്ല. ഞാൻ അങ്ങനെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഇന്ന സ്ഥലങ്ങളിൽ ചില ആൾക്കാർക്ക് ഇതുപോലെ രോഗങ്ങൾ മാറിയതും ഇതുപോലത്തെ വിഷയങ്ങൾക്ക് മാറ്റമുണ്ടായതും ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. ചിലർക്ക് വർക്കാവും, പക്ഷെ എനിക്ക് എന്ത് ചെയ്യത്തില്ല? വർക്കാവത്തില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ ദൈവരാജ്യത്തിനില്ല. പ്രൈസ് ദി ലോർഡ്. കുരുടരെയും മുടന്തരെയും, പ്രൈസ് ദി ലോർഡ്, ക്ഷയരോഗം ബാധിച്ചവരെയും പക്ഷപാത രോഗികളെയും കൊണ്ടിട്ടിടക്കുന്ന സ്ഥലത്ത് എൻ്റെ കർത്താവ് വന്നിട്ട് 38 വർഷം രോഗം ബാധിച്ച മനുഷ്യനോട് പറയോ, കുഞ്ഞേ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം മനസ്സുള്ളവരെ തേടി എൻ്റെ കർത്താവ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അവസ്ഥയ്ക്ക് എനിക്കൊരു മാറ്റം വേണം. എനിക്കിങ്ങനെ പോയാൽ പോരാ, എനിക്കിങ്ങനെ നടന്നാൽ പോരാ. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ കിടന്നാൽ പോരാ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കഴിഞ്ഞ കുറേ നാളുകളായി ഞാനൊരു വിഷയവുമായി മല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഒരു പ്രയാസവുമായി ഞാൻ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുക. ഒരനക്കവും ഞാൻ കാണുന്നില്ല, വെള്ളത്തിലൊരു ഇളക്കവും ഞാൻ കാണുന്നില്ല, ഒരത്ഭുതത്തിന്റെ ലാഞ്ചനയുമില്ല. കർത്താവ് ചോദിക്കുക, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണം നീ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. 38 വർഷമാണേലും 18 വർഷമാണേലും 12 വർഷമാണേലും, പ്രൈസ് ദി ലോർഡ്, ഇനി ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ എൻ്റെ കർത്താവിന് അത്ഭുതം ചെയ്യാനായിട്ട് കഴിയും. വിശ്വസിക്കുക, നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. 8ഉം 9ഉം വാക്യം കൊണ്ടൊന്ന് വായിച്ചേ. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. യേശു ഒരൊറ്റ ചോദ്യമാ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൻ മനസ്സുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. അവനൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞത് എന്തുവാ? കർത്താവ്, എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാനോ, എന്നെ കൊണ്ട് നടക്കാനോ, ഞാനൊന്ന് വീണുപോയ താങ്ങാനോ, എൻ്റെ കൈയൊന്ന് പിടിക്കാനോ, എൻ്റെ അടുക്കലൊന്ന് വന്നിരിക്കാനോ,
എന്നെ ബലപ്പെടുത്താനോ എനിക്കാരില്ല. ഞാൻ ഒറ്റയ്ക്ക കർത്താവേ. ഈ സ്ഥലത്ത് ഞാൻ വന്നിരിക്കുക. എന്നെ കൊണ്ടിട്ടേച്ച് അവരങ്ങ് പോയി. ഒരുപക്ഷെ ഞാൻ അവർക്ക് ഭാരമായിരിക്കാം, ഒരുപക്ഷെ ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കാം. എന്നെ കൊണ്ടിട്ടേച്ച് അവരങ്ങ് പോയി. കർത്താവേ, എനിക്കാരുമില്ല. കർത്താവ് പറഞ്ഞു, കുഞ്ഞെ നീ എഴുന്നേക്ക്. പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. എന്നെ കർത്താവ് പറയുക, പ്രൈസ് ലോർഡ്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത്. കുഞ്ഞെ നീ നടക്കത്തില്ല എന്ന് ലോകം നിന്നെ നോക്കി പറഞ്ഞില്ലേ? മറ്റുള്ളവർ പറഞ്ഞില്ലേ? ഇനി നിനക്കൊരു എഴുന്നേൽപ്പില്ല, നിന്നെ കൊണ്ടിന് നടക്കാൻ കഴിയത്തില്ല, ഇവൻ നടക്കത്തില്ല എന്ന് നിനക്കൊരു വിളിപ്പേരിട്ട് കഴിഞ്ഞ 38 വർഷം കാലം കൊണ്ട് നീ കേട്ടോണ്ടിരിക്കുന്ന വിളിപ്പേരില്ലേ, ഞാൻ ഇന്ന് പകല് അതിനെ മായ്ച്ചു കളയുക. നിന്റെ കിടക്കയെടുത്തിട്ട് നീ അങ്ങ് നടക്ക. നിന്നെ കൊണ്ട് എന്ത് പറ്റത്തില്ല എന്ന് നീ പറഞ്ഞോ? നിന്നെ കൊണ്ട് എന്ത് കഴിയത്തില്ല എന്ന് നിന്റെ ചുറ്റിലുമുള്ളവർ പറഞ്ഞോ? നിന്നെ കൊണ്ട് എന്ത് കഴിയത്തില്ല എന്ന് നിന്റെ വീട്ടുകാർ പറഞ്ഞോ? നിന്നെ നോക്കി പറ്റത്തില്ല എന്ന് മറ്റുള്ളവർ നിന്നെ കുറിച്ച് പറഞ്ഞത് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നിനക്ക് മനസ്സുണ്ടോ? ആർ യു റെഡി? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ചോദ്യം അതാ. നിനക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ? കർത്താവേ, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണം. പ്രൈസ് ദി ലോർഡ്. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോയാൽ മതി എന്നുള്ളതൊന്നുമല്ല. ഞാൻ വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിപ്പാൻ ഒന്നുകൂടെ, കർത്താവേ, എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം, എൻ്റെ സാഹചര്യം ഒന്ന് മാറണം, എൻ്റെ രോഗമൊന്ന് മാറണം, എൻ്റെ ഈ പ്രയാസമൊന്ന് മാറണം, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് വിശ്വാസത്തോടെ ഒരു നിമിഷം ഒന്ന് കണ്ണുകടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് യേശു കർത്താവ് അവനോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ നിൽക്കുക. അവസ്ഥയ്ക്ക് മാറ്റം വരുക നിനക്ക് ആഗ്രഹമുണ്ടോ? സ്തോത്രം. 38 വർഷം, നീണ്ട 38 വർഷങ്ങൾ ആരും താങ്ങാനില്ലാതെ, ആരും സഹായിപ്പാനില്ലാതെ, എൻ്റെ കർത്താവിൻ്റെ ചോദ്യത്തിനൊക്കെ അവൻ ഒരു ഒറ്റമേ ഉള്ളൂ, എനിക്ക് ആരുമില്ല കർത്താവേ. ആരെങ്കിലുമൊക്കെ പോകും. എനിക്ക് മുന്നേ പലരും പോയി, പലരും സൗഖ്യമായി. ഞാനും ഒന്ന് ശ്രമിച്ചു, എന്നാൽ എനിക്കത് നടന്നില്ല. പലർക്കും അത്ഭുതം നടന്നു, പക്ഷെ എനിക്ക് നടന്നില്ല കർത്താവേ. കർത്താവ് പറയുക, നിന്റെ കിടക്കെടുത്ത് നടക്ക, നിന്റെ കിടക്കെടുത്ത് നടക്ക. നീ എവിടെ വീണ് കിടക്കുന്നു അവിടെ നിന്ന് നിന്നെ എഴുന്നേൽപ്പിപ്പാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ എവിടെ വീണ് കിടക്കുന്നുവോ അവിടെ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് അവളുടെ മുമ്പിലൂടെ നീ നാണം കെട്ടെടുത്ത്, നീ ക്ഷീണിച്ചു പോയെടുത്ത്, നീ രോഗിയിൽ നിന്ന് നിന്നെ വിളിച്ചെടുത്തടുത്ത് നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ കഴിവുള്ള ഒരുവൻ നമ്മുടെ ഭവനം തേടി വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം കൊടുത്ത് ഒരു വാക്കിലൊന്ന് ദൈവത്തോട് പറഞ്ഞ് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, എന്റെ പ്രതികൂലങ്ങളെ മാറ്റുവാൻ, എന്റെ രോഗത്തെ മാറ്റുവാൻ, എന്റെ നിന്ദയെ അകറ്റുവാൻ, എന്റെ പ്രയാസങ്ങളെ മാറ്റുവാൻ, എന്റെ മുമ്പിൽ ഭർത്തമായി നിൽക്കുന്ന എല്ലാ പോരുകളെയും മാറ്റുവാൻ കഴിവുള്ള കർത്താവ് എന്നെ തേടി വന്നിട്ടുണ്ട്. ഇതെന്റെ വിടുതലിന്റെ ദിവസമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.